ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് ഉപ്പേരി റെഡിയാക്കാം. ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലോട്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചത്, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഈ സമയം തന്നെ കുറച്ച് വേപ്പിലയും ഒരു 10 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചത്, ഞാനൊരു 3 ബീട്രൂട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാതെ തന്നെ നന്നായി ഡ്രൈ ആക്കി വേവിച്ചെടുക്കണം. നമ്മൾ മൂടി വയ്ക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഡ്രൈ ആയിട്ട് വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മൂടി വയ്ക്കുമ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇത് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ റോസ്മെല്ലാം പോയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് ഓഫ് ചെയ്യാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.